ബാലകഥ. ശക്തിമരുന്നിനായി യാത്ര. എഴുതിയത് ഏഴംകുളം മോഹൻകുമാർ. ഒരു കാട്ടിൽ കുറേ മുയലുകൾ ഉണ്ടായിരുന്നു. പുലിയും സിംഹവും ചെന്നായയും കുറുക്കനുമൊക്കെ അവരുടെ മേൽ ചാടി വീഴും. പാവം മുയലുകൾ പേടിച്ച് പല വഴിക്കും ചിതറിയോടും. ഈ തക്കത്തിന് ഏതെങ്കിലും ഒന്നിനെ പുലിയോ സിംഹമോ പിടികൂടും. മുയലുകളുടെ നേതാവായിരുന്നു ലുട്ടൻ. ഒരു ദിവസം ലുട്ടൻ മുയൽ വേദനയോടെ പറഞ്ഞു, ദുഷ്ടന്മാരായ മൃഗങ്ങളെ എതിർക്കാനുള്ള ശക്തി നമുക്കില്ല. അവർക്ക് നമ്മെ ഒട്ടും പേടിയുമില്ല. നമ്മുടെ ഗതി ഇതായി പോയി. ഇത് കേട്ട് കല്ലമുയൽ പറഞ്ഞു, ഈ വനത്തിൽ ഒരു കാട്ടാളൻ താമസമുണ്ട്. വലിയ ശക്തിമാനാണ് അയാൾ. നമുക്ക് അയാളെ പോയി കാണാം. ശക്തി കിട്ടാനുള്ള മരുന്ന് അയാൾക്കറിയാം. കുറെ ശക്തി മരുന്ന് തരാൻ പറയാം. അത് കേട്ടതോടെ മുയലുകൾക്ക് ഉത്സാഹമായി. ശക്തി മരുന്ന് കിട്ടിയാൽ വലിയ മൃഗങ്ങളെ നേരിടാൻ കഴിയും എന്നവർ വിശ്വസിച്ചു. എല്ലാവരും കൂടി ശക്തി മരുന്നിനായി കാട്ടാളനെ കാണാൻ ആവേശത്തോടെ ഓട്ടം ആരംഭിച്ചു. കാട്ടിൽ കരിയിലകൾ പൊടിയുന്ന ശബ്ദമുയർന്നു. ഒപ്പം ബഹളം വെച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. വലിയ ശബ്ദം കേട്ട് പുൽമേട്ടിലുണ്ടായിരുന്ന ആടുകൾ പേടിച്ചു വിറച്ചു. ആടുകളുടെ നേതാവ് ചെവിയോർത്തു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഓടിക്കോ, ഏതോ ഭീകരൻ നമ്മെ ആക്രമിക്കാൻ വരുന്നുണ്ട്. കാടിളക്കിയുള്ള വരവാ അവൻ്റേത്. ആടുകൾ കൂട്ടത്തോടെ ഓടാൻ ആരംഭിച്ചു. ആടിനെ പിടിക്കാൻ ഒരു കുറുക്കൻ കുറച്ചകലെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആടുകളുടെ ഓട്ടവും മുയലുകളുടെ ശബ്ദവും കേട്ടപ്പോൾ ഏതോ ഭീകര ജീവി വരുന്നുണ്ടെന്ന് കുറുക്കനും കരുതി. അവനും ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ലുട്ടൻ മുയലും കൂട്ടരും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവർക്ക് അത്ഭുതമായി. ലുട്ടൻ ഉറക്കെ പറഞ്ഞു, ചങ്ങാതിമാരെ, നമ്മൾ ഒത്തൊരുമയോടെ നിന്നപ്പോ കണ്ടില്ലേ എല്ലാവരും പേടിച്ചോടുന്നത്? ശത്രു വരുമ്പോൾ നാലുപാടും ചിതറി ഓടുന്നതാണ് നമ്മുടെ ശക്തിയില്ലായ്മയ്ക്ക് കാരണം. ഇനി മുതൽ നമുക്ക് ശത്രുക്കളെ ഒറ്റക്കെട്ടായി നേരിടാം. ലുട്ടൻ പറഞ്ഞത് ശരിയാണെന്ന് മുയലുകൾക്ക് ബോധ്യമായി. അങ്ങനെ സ്വന്തം ശക്തി മനസ്സിലാക്കിയ അവർ ശക്തിമരുന്നിനായി കാട്ടാളനെ കാണാനുള്ള തീരുമാനം ഉപേക്ഷിച്ചു. എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് ജീവിച്ചു.